ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മളുടെ ടീച്ചർ സ്കൂൾ ടീച്ചർ പരീക്ഷ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകൾ ഫാക്ട്സുകൾ പറഞ്ഞു പോകുന്ന ഒരു സെഷനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട രാജസ്ഥാനിലെ കാലിബംഗിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഉഴുത വയലുകളാണ് കേട്ടോ. പ്ലോഡ് ഫീൽഡ് അല്ലെങ്കിൽ ഉഴുത വയലുകളുടെ ഒരു തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷൻ മധ്യ കേരളം മധ്യ ഇന്ത്യ എന്നൊക്കെയുള്ള പോർഷൻസ് ഒന്നും നമ്മുടെ സിലബസിൽ LDക്കൊക്കെ ആദ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിലോട്ട് നമ്മൾ കൂടുതൽ പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ കുറിച്യാർ കലാപമാണ് കേട്ടോ. കുറിച്യാർ കലാപമാണ് വെട്ടിച്ചുട്ട് കൃഷി അല്ലെങ്കിൽ നമ്മുടെ സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ്, ജുമ്മിങ് കൃഷി രീതി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് വെട്ടിച്ചുട്ട് കൃഷി രീതി, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്നും അറിയപ്പെടും കേട്ടോ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ വെട്ടിച്ചുട്ട് കൃഷി. അപ്പോൾ ഇതിന് എതിരെ ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് കൊണ്ടുണ്ടായ കലാപമാണ് ഈ കുറിച്യാർ കലാപം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറിച്യാർ കലാപം നടന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1812 മാർച്ച് 25 കേട്ടോ. കുറിച്യാർ കലാപം സ്റ്റാർട്ട് ചെയ്തത് 1812 മാർച്ച് 25 ഇതിൻ്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, രാമനമ്പിയാണ് പ്രധാന നേതാവ്. ഇനി ഇതിൻ്റെ മെയിൻ റീസൺ, കുറിച്യാർ കലാപം നടന്ന ജില്ല എല്ലാവർക്കും അറിയാലോ, വയനാട്ടിലാണ് കുറിച്യാർ കലാപം നടന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ പറയുന്നത് കുറിച്യാർ കലാപത്തിൻ്റെ പ്രധാന കാരണമായിട്ട് ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഇനി കുറിച്യാർ കലാപ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റുള്ളവരുടെ രണ്ടുപേരുടെ പേര് പഠിക്കണം. അതാണ് നമ്മുടെ ആയിരം വീട്ടിൽ കോന്തപ്പനും വെൺകലോൻ കേളും കേട്ടോ. ആയിരം വീട്ടിൽ കോന്തപ്പനും ഉണ്ട്, വെൺകലോൻ കേളും ഉണ്ട്. ഇതിൽ ബ്രിട്ടീഷുകാർ പരസ്യമായി തൂക്കിലേറ്റിയത് ഏത് നേതാവിനാന്ന് ചോദിച്ചാൽ അതാണ് ആര്, വെൺകലോൻ കേളു കേട്ടോ. ബ്രിട്ടീഷുകാർ പരസ്യമായി തൂക്കിലേറ്റിയത് വെൺകലോൻ കേളുവിനെയാണ്. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ച ഒരു ഡേറ്റ് ഉണ്ട്, അതോടെ പഠിക്കുക 1812 മെയ് 1 കേട്ടോ. രാമനമ്പിയെ പിടികൂടി വധിച്ചതാണ് 1812 മെയ് 1. അതുപോലെ 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8 ഇനി കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം ചോദിച്ചാൽ അത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കുമാരൻ വൈലേരിയാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നുള്ള പുസ്തകം രചിച്ചാണ് കുമാരൻ വൈലേരി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെമെന്ന് കുറിച്യരുടെ കലാപത്തെപ്പറ്റി അഭിപ്രായപ്പെട്ട ആരായിരുന്നു ചോദിച്ചാൽ നമ്മുടെ തലശ്ശേരി സബ് കളക്ടറായ TH ബേബറാണ് കേട്ടോ. TH ബേബറാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇനി നമ്മുടെ കേരളത്തിലെ ഗോത്രവർഗ വിഭാഗത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏത് ഗോത്രവർഗം എന്ന് ചോദിച്ചാൽ അത് പണിയറാണ് കേട്ടോ. ഏറ്റവും കൂടുതലുള്ള ഒരു പണിയരും ഏറ്റവും കുറവുള്ളത് മഹാമലസരുമാണ്. മഹാമലസർ കുറവും കൂടുതലുള്ളവരാണെങ്കിൽ അത് പണിയരുമാണ്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ട്, നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൂടെ പഠിക്കുക. അത് തോമസ് വാർഡൻ ആണ് കേട്ടോ. തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ കർഷക കലാപമായി കണക്കാക്കപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സാന്താൾ കലാപമാണ് കേട്ടോ. അത് ഏത് വർഷമാണ് സാന്താൾ കലാപം? 1855 മുതൽ 56 വരെയായിരുന്നു സാന്താൾ കലാപം. അതായത് നമ്മുടെ റിവോൾട്ട് ഓഫ് 1857 2 വർഷം മുന്നേ നടന്ന സംഭവമാണ് ഈ സാന്താൾ കലാപം. ഇതിൻ്റെ പ്രധാന നേതാവായിട്ട് നമ്മൾ പറയുന്നത് സിദ്ധുവും കാനുമാണ് ഇതിൻ്റെ പ്രധാന നേതാക്കൾ. ഇത് എന്തുകൊണ്ടാണ് മെയിൻലി നടന്നതെന്ന് ചോദിച്ചാൽ 1793 നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഈ സാന്താളുകൾ അധിവസിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തുകയും അത് അവരെ ഭൂരഹിതരാക്കുകയും അല്ലെങ്കിൽ അവർക്ക് പൈസയായിട്ട് അടയ്ക്കണം എന്ന വ്യവസ്ഥയെ കൊണ്ടുവരികയും ചെയ്തതാണ് ഇതിൻ്റെ മെയിൻ റീസണായിട്ട് പറയുന്നത്. ഇനി ഇത് പറയുന്നത് അതുപോലെ തന്നെ തുടക്കത്തിൽ സാന്താളുകൾ വേട്ടയാടലും മീൻപിടുത്തമൊക്കെ ആയിരുന്നു ഇവരുടെ മെയിൻ തൊഴിലെന്ന് പറയുന്നത്. വേട്ടയാടൽ മീൻപിടുത്തമൊക്കെ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഇടപെടലോട് കൂടിയിട്ടാണ് അവർ സ്ഥിര താമസമാക്കി കൃഷിയിലേക്ക് തിരിഞ്ഞത്, അല്ലെങ്കിൽ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് തിരിഞ്ഞത് ഈ ബ്രിട്ടീഷുകാരുടെ ഇതിലൂടെയാണ്. ഇനി രാജ്മഹൽ കുന്നുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരാണ് നമ്മൾ സാന്താളുകളെന്ന് വിളിക്കുന്നത്.
അതുപോലെ തന്നെ ഒരു കാര്യം, ജനസംഖ്യ കണക്കനുസരിച്ച് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സാന്താളാണ് കേട്ടോ. ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് സാന്താളുകൾ. ഓക്കെ, അടുത്ത ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. 2 കാലഘട്ടമായിട്ട് നടന്നതാണ്. അതായത് 1822 ഒരു ചാന്നാർ ലഹള നടന്നിട്ടുണ്ട്. അതുപോലെ 1859 കാലഘട്ടത്തിലും ചാന്നാർ ലഹള നടന്നിട്ടുണ്ട്. ഇതിൽ 1822 നടന്ന ചാന്നാർ ലഹളയാണ് നമ്മൾ ഒന്നാം ചാന്നാർ ലഹളയായിട്ട് കരുതപ്പെടുന്നത്. ഒന്നാം ചാന്നാർ ലഹള നടന്നത് നാഗർകോവിലെ കോട്ടാർ എന്ന സ്ഥലത്താണ് തുടക്കം കുറിച്ചത്. നാഗർകോവിലെ കോട്ടാർ എന്ന സ്ഥലത്ത് തുടക്കം കുറിച്ചു. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ സമരം, മടിശീലെ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ചാന്നാർ ലഹളയാണ്. ഇനി മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നുണ്ട്. ചാന്നാർ ലഹള നടന്ന വർഷം, അതായത് 2ാം ചാന്നാർ ലഹള, അല്ലെങ്കിൽ നമ്മൾ ചാന്നാർ ലഹള എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കോമൺലി പറയേണ്ട ഒരു വർഷം 1889 തിരുവിതാംകൂറിലാണ് ഈ 1859 ചാന്നാർ ലഹള നടന്നത്. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നുണ്ട്. അതിൽ മടിശീലൈ സമരം എന്നറിയപ്പെടുന്നുണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും ഇനി മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം നൽകിയൊരു ഡേറ്റ് ഉണ്ട്. അതാണ് 1859 ജൂലൈ 26 ആ ഒരു അനുവാദം കിട്ടിയത്. ഇനി ഈ ടൈമിൽ നമ്മുടെ മദ്രാസ് ഗവർണർ ചോദിച്ചാൽ ചാൾസ് ട്രവലിയൻ ആണ് കേട്ടോ. ഈ ടൈമിൽ, അതായത് നമ്മുടെ മാറുമറയ്ക്കൽ സമരം ഇത് കൊടുത്ത ടൈമിൽ ആരായിരുന്നു മദ്രാസ് ഗവർണർ എന്ന് ചോദിച്ചാൽ അത് ചാൾസ് ട്രവലിയൻ ആണ്. ഇനി അനുവാദം കൊടുത്ത തിരുവിതാംകൂർ രാജാവ് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നേതൃത്വത്തിലാണ്, നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയത്. അപ്പോൾ ഉത്തരവിറക്കിയത് നമ്മുടെ മദ്രാസിന്റെ ആ ടൈമിൽ മദ്രാസ് ഗവർണറായിരുന്നു ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരവും. എന്നാൽ ഉത്തരവിറക്കിയപ്പോൾ ആരായിരുന്നു മദ്രാസ് ഗവർണർ? ചാൾസ് ട്രവലിയനുമായിരുന്നെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നിർദ്ദേശിച്ചത് ലോർഡ് ഹാരിസും, എന്നാൽ ഉത്തരവിറക്കിയപ്പോൾ അവിടെ ചാൾസ് ട്രവലിയനുമായിരുന്നു മദ്രാസിന്റെ ഗവർണറായിരുന്നത്. ഇനി നമ്മുടെ ചാന്നാർ ലഹളയ്ക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് കൊടുത്ത ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ മൊൺട്രോൻ്റെ പേര് പറയണം കേട്ടോ. മൊൺട്രോ ആണ് ദിവാൻ. ചോദിച്ചു കഴിഞ്ഞാൽ മൊൺട്രോൻ്റെ പേര് പറയുക. തിരുവിതാംകൂർ രാജാവ് ചോദിച്ചാൽ ഉത്രം തിരുനാൾ പറയുക. പിന്നെ ആ ടൈമിലുള്ള മദ്രാസ് ഗവർണറും, ഇനി അതിന് പ്രചോദനം അല്ലെങ്കിൽ അങ്ങനെ രാജാവിനോട് ഉത്തരവിറക്കിയ മദ്രാസ് ഗവർണറാണ് ഏത്? ലോർഡ് ഹാരിസുമാണെന്ന് ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ചാന്നാർ ലഹളയാണ് കേട്ടോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു മാറുമറയ്ക്കൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നാൽ ഒരു മാറുമറയ്ക്കൽ സമരം കൊണ്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം 1952 നടന്ന മാറുമറയ്ക്കൽ സമരമാണ് ഇത്. വേലൂർ മാറുമറയ്ക്കൽ സമരമാണ്. തൃശ്ശൂരിലെ മണിമലർക്കാവ് അമ്പലത്തിലെ വേല ഉത്സവത്തിൽ അവർണരായ സ്ത്രീകൾക്ക് മാറുമറച്ചുകൊണ്ട് പങ്കെടുക്കുവാൻ ജന്മിമാർ അനുവദിച്ചിരുന്നില്ല. അതാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. തൃശ്ശൂരിൽ നടന്നതാണ് 1952. ഈ സമരത്തിന് നേതൃത്വം നൽകിയവർ വേളാത്ത് ലക്ഷ്മിക്കുട്ടിയുണ്ട്, കെ കുറുമ്പയുണ്ട്, KC കാളിക്കുട്ടിയുണ്ട്, വേളാത്ത് ലക്ഷ്മിക്കുട്ടിയുണ്ട്, അതുപോലെ കെ കുറുമ്പയുണ്ട്. ഇനി ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. പക്ഷേ ഈ 1859 അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവർക്ക് അനുവാദം കൊടുത്തെങ്കിലും ഈ സവർണരായ സ്ത്രീകൾ ധരിച്ചിരുന്ന വേഷം ധരിക്കാൻ ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ആ അനുവാദം കിട്ടിയതും ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലോട് കൂടിയിട്ടാണ് ശരിക്കും ആ ഒരു അനുവാദം കൂടി ഇവർക്ക് കിട്ടിയത്. ഇനി അടുത്ത 2 ഡേറ്റ്സ് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുക. ഈഴവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം കിട്ടിയ വേറൊരു ഡേറ്റ് ഉണ്ട്. അത് 1865 കേട്ടോ. അത് ആയില്യം തിരുനാളാണ് കൊടുത്തത്. ഈഴവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം കൊടുത്തത് 1865 ആയില്യം തിരുനാളിൻ്റെ സമയത്തും. എന്നാൽ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ അനുവാദം കൊടുത്തത് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴാണ് 1870 കേട്ടോ. എല്ലാ സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ ചാന്നാർ ലഹളയിൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശമാണ് 1859 ജൂലൈ 26 കൊടുത്തത്. ഇനി അതിൽ ഈഴവ സ്ത്രീകൾക്കാണെങ്കിൽ 1865 ആയില്യം തിരുനാളും കൊടുത്തു. എല്ലാ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അനുവാദം കിട്ടിയപ്പോൾ 1870 ആയി. ആ 2 ഡേറ്റോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ്റെ പേര് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമിയാണ് കേട്ടോ. 1822 ടൈമിൽ സജീവമായി പങ്കെടുത്ത നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അടുത്ത നമുക്ക് മാപ്പിള കലാപത്തിലോട്ട് പോകാം. മാപ്പിള കലാപം എന്ന് പറയുമ്പം 1836 തൊട്ട് 1853 കാലഘട്ടം അല്ലെങ്കിൽ 1836 നടന്ന കലാപമാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത്. മൈസൂർ ഭരണ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ മലബാറിൽ കർഷകരിൽ നിന്നും ഉദ്യോഗസ്ഥർ എങ്ങനെയായിരുന്നു? നേരിട്ടായിരുന്നു നികുതികൾ പിരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? നമ്മുടെ ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ മലബാർ ഭാഗം എത്തിച്ചേരുകയും
അതിൻ്റെ ഫലമായിട്ട് ഈ ജന്മിമാരെ നിയമിക്കപ്പെടുകയും ചെയ്തു. കർഷകരിൽ നിന്നും പൈസ നികുതി പിരിക്കാൻ വേണ്ടി ജന്മിമാരെ ഏർപ്പെടുത്തുക ചെയ്തു. ഈ ജന്മിമാരെന്ന് പറയുന്നത് നമ്മുടെ ഈ കുടിയാന്മാർക്ക് എതിരായിട്ടുള്ള സമീപനമായിരുന്നു എടുത്തിരുന്നത്. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ജന്മിമാർ എന്തായിരുന്നു, ഹിന്ദുക്കളുമായിരുന്നു. നമ്മുടെ ഈ മലബാറിലെ കുടിയാന്മാരായിരുന്നു, മാപ്പിളമാരുമായിരുന്നു. അപ്പോൾ അവർക്കൊരു അസംതൃപ്തി ഉണ്ടാവുകയും അതിനെതിരെ എന്ത് ചെയ്തു, അതിൽ അസംതൃപ്തരായിട്ട് മാപ്പിള കുടിയാന്മാർ എന്ത് ചെയ്തു, ഈ അനീതിക്കെതിരെ പ്രാദേശിക നേതാക്കളായ അത്തൻ ഗുരുക്കൾ, ഉണ്ണി മൂസ തുടങ്ങിയവരുടെ കീഴിൽ സംഘടിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെയാണ് നമ്മൾ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. അവിടെ എവിടെയായിട്ട് കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഘടനകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് ഇങ്ങനെ കലാപങ്ങളൊക്കെ ഉണ്ടായതാണത്. അപ്പോൾ അതിൻ്റെ കാലഘട്ടം ഓർത്തിരിക്കുക 1836 മുതൽ 1853 വരെയാണ്. ഇനി ഇത് വ്യാപിച്ച മാപ്പിള കലാപങ്ങൾ ഉണ്ടായിരുന്ന 3 താലൂക്കുകളുണ്ട്, അതും പഠിക്കുക. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് ഈ കലാപങ്ങൾ ഏറ്റവും വർദ്ധിച്ചു വന്നത്. ഇനി മലബാർ മേഖലയിലെ പടർന്നു പിടിച്ച ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ ചോദിച്ചാൽ അത് ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനാണ് കേട്ടോ. 36 മുതൽ 1852 വരെയാണ് ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനെ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു. ഇനി നമ്മുടെ ടി.എൽ. സ്ട്രേഞ്ചിൻ്റെ കുറച്ച് അന്വേഷിച്ച് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ വായിക്കാം. അനന്തരാവകാശികളില്ലാത്ത മരിക്കുന്ന കലാപകാരികളുടെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകിട്ടുക, അതുപോലെ കലാപബാധിത ജില്ലകളിലെ കലാപകാരികൾക്ക് മേൽ പിഴ ചുമത്തുക, ഇനി സംശയാലുക്കളെ നാടുകടത്തുക, ആയുധങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ, നിർമ്മാണ സാമഗ്രികൾ എന്നിവ കൈവശം വെക്കുന്നതിലും പള്ളികൾ നിർമ്മിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തുക, കലാപത്തെ നേരിടാൻ ഒരു പ്രത്യേക പോലീസ് സേനയെ രൂപീകരിക്കുക എന്ന തീരുമാനങ്ങളൊക്കെയാണ് സ്ട്രേഞ്ച് കമ്മീഷൻ എടുത്തത്. അതായത് നമ്മുടെ കലാപകാരികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ഈ സ്ട്രേഞ്ച് കമ്മീഷൻ തീരുമാനങ്ങൾ എടുത്തത്. ഇനി നമ്മുടെ മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ചോദിച്ചത് വില്യം ലോഗനാണ് മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത്. ഇനി മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ചോദിച്ചാലോ അത് H.V. കനോലിയാണ് കേട്ടോ. 1855 വധിക്കപ്പെട്ടതാണ് H.V. കനോലിയാണ്. ഓക്കെ, ഇനി നമ്മുടെ മലബാർ മാനുവൽ എഴുതിയതാരാണ്? മലബാർ മാനുവൽ അത് വില്യം ലോഗനാണ് കേട്ടോ. മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗനാണ്. 1887 മലബാർ മാനുവൽ 1887. അതായത് നമ്മുടെ കുന്തലത, ആദ്യത്തെ നോവലായ കുന്തലത പ്രസിദ്ധീകരിച്ചതും അതുപോലെ ദീപിക എന്ന പത്രമൊക്കെ വന്നത് എപ്പോഴാണ്? ദീപിക പത്രം ആരംഭിച്ചതൊക്കെ 1887. ഇനി ഈ ഒരു മാപ്പിള കലാപത്തിൻ്റെ സമയത്ത് നമ്മുടെ ഒരു പോലീസ് സേന രൂപീകരിച്ചു. ഏത് പോലീസ് സേനയാണ്? മലബാർ സ്പെഷ്യൽ ഫോഴ്സ് കേട്ടോ. മലബാർ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1884 മലബാർ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ചു. ഓക്കെ മലപ്പുറത്താണ് മലബാർ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ചത്. ഇനി ഇത് മാപ്പിള കലാപത്തെ പറ്റി നമ്മൾ പറഞ്ഞത് ഇത്ര നേരം. ഇനി മലബാർ കലാപമുണ്ട്, അത് വർഷത്തോടെ നോക്കുക 1921 കേട്ടോ. അത് ഖിലാഫത്തുമായി ബന്ധപ്പെട്ടാണ് മലബാർ കലാപം ഉണ്ടാകുന്നത്. മാപ്പിള കലാപമാണെങ്കിൽ കർഷകർക്കുണ്ടായ അസംതൃപ്തി മൂലം ബ്രിട്ടീഷുകാർക്കെതിരെ അവർ വിരുദ്ധമായ കുറേ കലാപങ്ങൾ 3 താലൂക്കുകളായിട്ട് നടത്തിയതാണ് മാപ്പിള കലാപം. മലബാർ കലാപമാണെങ്കിലും 1921 സംഘടിപ്പിച്ചാണ്, ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്താണ് മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായി ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെസപ്പൊട്ടാമിയൻ. ഇതിൻ്റെ ആൻസർ സിഗുറത്തുകളാണ് കേട്ടോ. സിഗുറത്തുകൾ എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിലോട്ട് നമ്മൾ പോകുന്നില്ല, കാരണം നമ്മുടെ സിലബസിൽ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇതിലോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. സിഗുറത്തുകളാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരെന്നാണ്? അതാരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് രൂപം നൽകിയത്. ഏത് വർഷമാണ് രൂപം നൽകിയത്? 1939 കേട്ടോ. 1939 ഫോർവേഡ് ബ്ലോക്ക് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്യുന്നത്. ഈ സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇനി ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചതാണെങ്കിൽ അത് ടാഗോർ ആണ് കേട്ടോ. ദേശ് നായക് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. ചിത്തരഞ്ജൻ ദാസ് എന്ന് പറയുന്നത് CR ദാസ് ആണ്, അല്ലെങ്കിൽ ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു 1928 ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് എന്ന
സമിതി രൂപീകരിച്ച വ്യക്തികൾ ചോദിച്ചത് ജവഹർലാൽ നെഹ്റുവും നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസും കൂടെ ചേർന്നിട്ടാണ് 1929 ഏതാണ് 28 കേട്ടോ 28 ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ്. ഇനി സുഭാഷ് ചന്ദ്ര ബോസ് കൊൽക്കത്ത മേയർ ആയിരുന്നു. അത് കാലഘട്ടം 1930 മുതൽ 31 വരെ കൽക്കത്തയിൽ മേയർ ആയിരുന്ന ഒരാളാണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആയ വർഷം എന്നാണ്. ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആയത് 1938 അത് ഏത് സെഷനായിരുന്നു? ഹരിപുര സെഷനായിരുന്നു. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് INCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1939 ത്രിപുരി സെഷനാണ്. ത്രിപുരി മധ്യപ്രദേശിലാണ്. ഇനി ഗാന്ധിജിയുടെ നോമിനിയെ സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ച വ്യക്തി ആരായിരുന്നു? അത് പട്ടാഭി സീതാരാമയ്യരായിരുന്നു. ഇനി ഫോർവേഡ് ബ്ലോക്ക് 1939 മെയ് 3 ഫോം ചെയ്തത് കേട്ടോ. മെയ് 3 ഫോം ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനായി സുഭാഷ് ചന്ദ്രബോസ് സ്വീകരിച്ച രഹസ്യ നാമങ്ങളാണ് സിയാവുദ്ദീനും ഒർലാൻഡോ മൊസോട്ട. അപ്പോൾ ഒർലാൻഡോ മൊസോട്ട, സിയാവുദ്ദീൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ലീഗ് കിഴക്കൻ ഏഷ്യയുടെ നിയന്ത്രണം രാജ് ബിഹാരി ബോസിൽ നിന്നും ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും ചെയ്തു. INAയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിനെയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മോഹൻ സിംഗും രാജ് ബിഹാരി ബോസും കൂടാണ്. 1942 കേട്ടോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിതമായത്. ഇനി എവിടെയാണ് നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് രൂപം നൽകിയെന്ന് ചോദിച്ചാൽ അത് സിംഗപ്പൂരിലാണ് കേട്ടോ. ആസാദ് ഹിന്ദിന് രൂപം നൽകിയത്. ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെ അംഗീകരിച്ച രാജ്യങ്ങളുണ്ട്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ് അംഗീകരിച്ചത്. ആസാദ് ഹിന്ദ് ഫൗജ് ഉണ്ട്. ആസാദ് ഹിന്ദ് ഫൗജ് സംഘടന സ്റ്റാർട്ട് ചെയ്ത വർഷം 1942. ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്തതാണ് 1943. INAയുടെ വനിതാ വിഭാഗം റാണി ജാൻസി റെജിമെന്റിന്റെ മേധാവിയായിരുന്നു ആര്? നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി, മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. ഷഹീദ് ആൻഡ് സ്വരാജ് എലിഫന്റ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഏത് ദ്വീപിനെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിനെയാണ് കേട്ടോ ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് വിളിച്ചത്. ഇനി ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ഡോജോ കേട്ടോ. ഡോജോ ആണ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായത്. ഇനി ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ അതാണ് ആരുടെ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആണ് കേട്ടോ. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി സുഭാഷ് ചന്ദ്രബോസിന്റെ ആണ്. അതേപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായ ആത്മകഥ ചോദിച്ചാൽ ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് ആണ്. അപൂർണമായ ആത്മകഥയാണ്. വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എന്ന പുസ്തകം രചിച്ചത്? വാട്ട് ഹാപ്പൻഡ് ടു നേതാജി അത് അനൂജ് ദർ ആണ് കേട്ടോ. അനൂജ് ദർ ആണ് വാട്ട് ഹാപ്പൻഡ് ടു നേതാജി എഴുതിയത്. ഓക്കെ. ഇനി സുഭാഷ് ചന്ദ്രബോസിനെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനുണ്ട്. തിരോധാനം അന്വേഷിച്ച കുറച്ചേറെ കമ്മീഷനുകളുണ്ട്. അതാണ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ. ഇവർ 3 പേരാണ് തിരോധാനം അന്വേഷിച്ചത്. നേതാജിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രത്തിലാണെന്നാണ് പറയുന്നത്. ഇനി നേതാജി നമ്മൾ ജനിച്ചത് ജനുവരി 23 എന്തായിട്ട് ആഘോഷിക്കുന്നുണ്ട്? പരാക്രം ദിവസമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ. ദില്ലി ചലോ, ജയ് ഹിന്ദ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നൊക്കെ പറയുന്നത് ആര് തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ ആണ് ഈ വാക്കുകളൊക്കെ. ഇനി ഓർത്തിരിക്കേണ്ടതാണ് നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. INCയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള യാത്രയോട് താരതമ്യം ചെയ്തതും ആര് തന്നെയാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച് ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച ആളും സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഏത്? വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത്? ഏത് കാലഘട്ടം ചോദിച്ചാൽ 1924 1924-25 നടന്നതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള ആ ഒരു നടപ്പാതയിലൂടെയുള്ള അവർണരുടെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇതിന്റെ പ്രധാന നേതാവായിട്ട് നമ്മൾ പറയുന്നത് TK മാധവനാണ്. ഇനി വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആൻഡ് മന്ത് ഇമ്പോർട്ടൻ്റ് പഠിക്കണം. 1924 മാർച്ച് 30 കേട്ടോ. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. ഈ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച
വ്യക്തികൾ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ കേട്ടോ. 3 പേരാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. അതായത് ഇവരെ ഒരുമിച്ച് ഇവർക്ക് ഇങ്ങനെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, 3 പേര് വെച്ച് ഓരോ ദിവസവും പോയിട്ട് അവിടം വരെ നടപ്പാതെ വരെ അവരെ വിലക്ക് ഏർപ്പെടുത്തി ആ ഒരു സ്ഥലം വരെ പോവുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മൂന്ന് ജാതിയിൽപ്പെട്ട ആൾക്കാർ എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആദ്യ ദിവസം സത്യാഗ്രഹം ആരംഭിച്ച ആൾക്കാർ കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കരുമായിരുന്നു. അപ്പോൾ അവരുടെ സമരമുറ നോക്കിയപ്പോൾ 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവരുടെ ഒരു സമരമുറ. ഇനി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി ചോദിച്ചാൽ അത് ചിറ്റയിടത്ത് ശങ്കോപിള്ളയാണ് കേട്ടോ. ചിറ്റയിടത്ത് ശങ്കോപിള്ളയായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നമ്മൾ പറഞ്ഞു ടി കെ മാധവനാണ്. ടി കെ മാധവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം, അയിത്തത്തിനെതിരെയുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചത് 1923 മറ്റേ കാക്കിനാട സെഷനിലാണ് കേട്ടോ. 1923 കാക്കിനാട സെഷനിലാണ് അയിത്തത്തിനെതിരായിട്ട് ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ചത്. ടി കെ മാധവന് പുറമെ ഉള്ളൊരു പ്രധാന നേതാവാണ് KP കേശവമേനോൻ കേട്ടോ. KP കേശവമേനോനായിരുന്നു. അതല്ലാതെ മറ്റു നേതാക്കൾ ചോദിച്ചാൽ CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള, കൂരൂർ നീലകണ്ഠ പിള്ളയൊക്കെ ഇതിൻ്റെ പ്രധാന നേതാക്കൾ തന്നെയാണ്. ഇനി വൈക്കം സത്യാഗ്രഹം ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ചോദിച്ചാൽ വെല്ലൂർ മഠമാണ് കേട്ടോ. വെല്ലൂർ മഠം വൈക്കത്ത് തന്നെയാണ്. കാരണം ശ്രീനാരായണ ഗുരു വെല്ലൂർ മഠത്തിലേക്ക് പോകാൻ നേരത്ത് ശ്രീനാരായണ ഗുരുവിനെയും തടഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെയും ജാതി ചോദിച്ചു എന്നാണ്. പിന്നെ വെല്ലൂർ മഠത്തിലേക്ക് പ്രവേശിക്കാനൊന്നും അനുവദിച്ചില്ല എന്നൊരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ജാതി ചോദിച്ചതിൽ ശ്രീനാരായണ ഗുരുവിന് വലിയൊരു പ്രശ്നമാവുകയും അങ്ങനെ ഇതിന് ശ്രീനാരായണ ഗുരുവിൻ്റെ സപ്പോർട്ടും ഈ വൈക്കം സത്യാഗ്രഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ചോദിച്ചാൽ അത് വെല്ലൂർ മഠമാണ്. വെല്ലൂർ മഠം. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ നോക്കിക്കോ. സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനുമാണ് കേട്ടോ. സ്വാമി സത്യവർദ്ധനുണ്ട്, കോട്ടുകോയിക്കൽ വേലായുധനുമുണ്ട്. ഇനി ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹം ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബ ഭാവെ ഉണ്ട്, അതുപോലെ സ്വാമി ശ്രദ്ധാനന്ദ ഉണ്ട് കേട്ടോ. ആചാര്യ വിനോബ ഭാവയും സ്വാമി ശ്രദ്ധാനന്ദയും. ഇനി വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഒന്ന് ഗാന്ധിജിയും പിന്നെ ഒന്ന് CV രാമൻപിള്ള, നമ്മുടെ EV രാമസ്വാമി അയ്യർ. CV രാമൻപിള്ള അല്ല, EV രാമസ്വാമി നായ്ക്കരും ഗാന്ധിജിയാണ് കേട്ടോ. EV രാമസ്വാമി നായ്ക്കർ. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചത് 1925 ഈ 1925 ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? നമ്മുടെ സേതുലക്ഷ്മി ബായി ആയിരുന്നു കേട്ടോ. അതായത് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ആരായിരുന്നു ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളും, വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ആരായിരുന്നു? അത് സേതുലക്ഷ്മി ബായി ആയിരുന്നു. 1925 നമ്മുടെ മഹാത്മാഗാന്ധി രണ്ടാമതായിട്ട് സന്ദർശിച്ചത്. ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം നമ്മൾ പറഞ്ഞു. ഇനി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറും. ഇതിനോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനുമാണ്. ഇവിടെ നടന്നിട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ചത് അത് ME നായിഡുവാണ്. നാഗർകോവിൽ ടു തിരുവനന്തപുരം. ഇനി സവർണ ജാഥ ആരംഭിച്ച ഡേറ്റ് നോക്കണം. അത് 1924 നവംബർ 1 ആരംഭിക്കുകയും നവംബർ 12 സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയുമാണ് ചെയ്തത്. ഇനി വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവർ അകാലികളാണ് കേട്ടോ. അകാലികളാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ അകാലികളുടെ നേതാവ് ചോദിച്ചത് ലാലാ ലാൽ സിംഗ് ആണ്. ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പത്രം ചോദിച്ചാൽ സമദർശിയാണ് പിന്തുണ പ്രഖ്യാപിച്ച പത്രം. ഇനി EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് വൈക്കത്താണ് കേട്ടോ. അതിൽ ലക്ഷ്മി അമ്മാള്, കമലമ്മാള് ഇവരൊക്കെ ഏത് കലാപവുമായിട്ടാണ്, ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? അത് ഗാന്ധിജിയാണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചു. ഇനി വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ചോദിച്ചാൽ നമ്മുടെ T രാഘവയ്യാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹ സമയത്ത് T രാഘവയ്യാണ്. ഇനി എത്ര ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്? 603 ദിവസം നീണ്ടു നിന്നു കേട്ടോ. അതായത് നവംബർ 23 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. കാരണം അന്ന് നമ്മുടെ കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി നടകളെല്ലാം
ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ 1925 നവംബർ 23 അവസാനിച്ചു. പക്ഷെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തൊരു ഡേറ്റ് ഉണ്ട്. അത് 1928 എല്ലാവർക്കുമായിട്ടിത് തുറന്നു കൊടുത്തത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നസ്രാണി ചോദിച്ചാൽ അത് ജോർജ് ജോസഫാണ് കേട്ടോ. നസ്രാണി ജോർജ് ജോസഫാണ്. യങ് ഇന്ത്യ, ഇൻഡിപെൻഡൻറ്റ് ഇങ്ങനെയുള്ള പത്രങ്ങളിലൊക്കെ പത്രങ്ങളിലൂടെ പരാമർശിക്കപ്പെട്ട മലയാളി ചോദിച്ചാലും അത് ജോർജ് ജോസഫ് തന്നെയാണ്. പിന്നെ വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ട് നമ്മുടെ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയിലും പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സാമൂഹിക പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണെന്ന്. സാമൂഹിക പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏത്? അത് ആത്മവിദ്യാ സംഘമാണ് കേട്ടോ. ആത്മവിദ്യാ സംഘത്തിനാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയത്. അപ്പം സമത്വ സമാജം ആരുടെയാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം. സാധുജന പരിപാലന സംഘമാണെങ്കിലോ അത് അയ്യങ്കാളിൻ്റെയാണ് സാധുജന പരിപാലന സംഘം. പ്രത്യക്ഷരക്ഷ ദേവസഭയാണെങ്കിൽ പൊയ്കേലി യോഹന്നാൻ്റെയാണ്. നമ്മുടെ കേരളത്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കേലി യോഹന്നാൻ. ഇനി VK ഗുരുക്കൾ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാഗ്ഭടാനന്ദൻ അറിയപ്പെടുന്നത്. വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ അന്നാണ് നമ്മുടെ INC ഫോം ചെയ്തത്. 1785 കേട്ടോ. വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷമാണ് 1785. ഈ വാഗ്ഭടാനന്ദൻ ജന്മഗ്രഹം കൂടെ പഠിക്കാതെ വയലേരി വീടാണ് കേട്ടോ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നല്ലേ പേര്. അപ്പോൾ വയലേരി വീടാണ് ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത്. യഥാർത്ഥ വയലേരി കുഞ്ഞിക്കണ്ണൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 1939 മരണമടഞ്ഞത്. ഇനി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന നാമം നൽകിയതാരെന്ന് ചോദിക്കാം. അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് കൊടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇനി കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക. അപ്പോൾ തത്വപ്രകാശിക 1906 ഫോം ചെയ്തതാണ് തത്വപ്രകാശിക. അത് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്താണ് വാഗ്ഭടാനന്ദൻ ഫോം ചെയ്തത്. രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ച ആരാന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. ഇനി വാഗ്ഭടാനന്ദനെ നമ്മുടെ ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷമാണെന്ന് 1914 കേട്ടോ. വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്. ശിവയോഗ വിലാസം വാരിക കോഴിക്കോട് നിന്നും ആരംഭിച്ച വർഷവും 1914 ശിവയോഗ വിലാസ വാരിക. ഇനി മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന ആളാണ് വാഗ്ഭടാനന്ദൻ കേട്ടോ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയ ആളാണ് രാജാറാം മോഹൻ റോയ്. വാഗ്ഭടാനന്ദൻ പ്രചരിപ്പിച്ച ആരാധന രീതി അറിയപ്പെടുന്നത് നിർഗുണോപാസനാണ്. നിർഗുണോപാസന വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി കാവ്യ ഉപേക്ഷിച്ച ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം നടത്തിയത് 1927 കേട്ടോ. പ്രീതി ഭോജനം നടത്തിയതെന്നാണ് 1927. അതുപോലെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും 1917. ആത്മവിദ്യാ സംഘം 1917, പ്രീതി ഭോജനം 1927. ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വാരിക ചോദിച്ചാൽ ആത്മവിദ്യാ കാഹളമാണ് കേട്ടോ. വാരിക ആത്മവിദ്യാ കാഹളവും. ഇതിൻ്റെ മുഖപത്രം ചോദിച്ചാലോ അത് അഭിനവ കേരളമാണ്. മുഖപത്രം അഭിനവ കേരളമാണ്. ഇനി അഭിനവ കേരളത്തിന് മുദ്രാവാക്യമാണ് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയുടെ എതിർപ്പിൻ. ഏതിൻ്റെയാണ്? അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇനി ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ ഇതൊക്കെ നമ്മുടെ വാഗ്ഭടാനന്ദന് പ്രധാന മാസികകളാണ്. അതിൽ യജമാനൻ 1939 ഇറങ്ങിയതാണ് കേട്ടോ. യജമാനൻ ഇറങ്ങിയത് 1939. ഇനി ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയുണ്ട്. അത് സ്വതന്ത്ര ചിന്താമണിയാണ്. 1921 പ്രസിദ്ധീകരിച്ച സ്വതന്ത്ര ചിന്താമണിയിലാണ് ഇദ്ദേഹം ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. ഇനി ഒരാളോട് നോക്കാം. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്ന ആചാര്യ സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അതേപോലെ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകനും ഈ വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി
അത് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് വാഗ്ബടാനന്ദൻ. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ജവഹർലാൽ നെഹ്റുവിനെ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതെന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനവും നമ്മുടെ 1929 സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് ഇതല്ല. സിവിൽ നിയമലംഘന സമരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. പിന്നെ സിവിൽ നിയമലംഘനം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് 1930 സ്റ്റാർട്ട് ചെയ്തതാണ്. അതേപോലെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ പാർട്ട് 2 ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.